ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓർ വെൽക്കം ടു മൈ ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ദെൻ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളെ ലൈക്കും കമന്റും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലാണ് ഇനിയും വീഡിയോസ് ഒക്കെ ഇടാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലേലേ ഞാനൊരു മടിച്ചി പറവാ. ഇപ്പൊ നാട്ടിലെത്തിയിട്ട് ഇതാ കഷ്ടിച്ചൊരു മാസം ആവാനായി. ഇപ്പോഴാണ് എനിക്കൊരു വീഡിയോ ആയിട്ട് വരാൻ തോന്നി. ഇവിടെ എത്തിയിട്ട് പ്രോപ്പറായിട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങാന്ന് കരുതിയിട്ടാണ് നാട്ടിലേക്ക് വന്നത്. പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ റുട്ടീൻക്കൊക്കെ ഒന്ന് സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുത്തു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നാട്ടിലെത്തിയിട്ടില്ല എന്റെ ചെറിയൊരു ഡേയ്സ് ഇൻ മൈ ലൈഫ് വ്ലോഗ് ആണ്. ഇവിടെ എത്തിയിട്ട് കുറച്ച് ദിവസം നല്ല പോലെ റെസ്റ്റ് എടുത്തു. ഇന്നിപ്പോ ബീച്ച് കാണാൻ പോവുകയാണ്. നമ്മള് തിരൂരിലെ ഉണ്ണിയാൽ ബീച്ച് കാണിട്ടോ പോണത്. സത്യം പറഞ്ഞാൽ കാര്യമായിട്ട് ഞാൻ വ്ളോഗ്സ് ഒന്നും എടുത്തിട്ടില്ല. ഫുള്ളൊരു തട്ടിക്കൂട്ടാണ്. എനിക്കൊരു പ്രശ്നമുണ്ട്, ആള് കൂടിയാൽ ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യം മറന്നുപോകും. അങ്ങനെ എത്ര വ്ളോഗ്സ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വെച്ചിട്ടുണ്ട്. ഡെയിലി വ്ളോഗ് എടുക്കുകയാണെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും പകുതിക്ക് വെച്ച് ഞാൻ മറന്നുപോകും. ഇതാ ബീച്ചിൽ ഞാൻ ബാക്കി മറന്നുപോയി. ഇതിപ്പോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇന്നിപ്പോ എന്റെ ഉമ്മച്ചിന്റെ കൃഷിത്തോട്ടത്തിൽ തന്നെ സ്റ്റാർട്ട് ആക്കാം. ഉമ്മച്ചിന്റെ കൃഷിത്തോട്ടൊക്കെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അൺപെയ്ഡ് മോഡലായിട്ട് ഉമ്മച്ചി തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉമ്മച്ചിന്റെ കൃഷികളൊന്ന് കാണാം. ഇതാണ് എൻ്റെ ഉമ്മച്ചിൻ്റെ സ്വന്തം പൂച്ചാള്. ഒന്നും രണ്ടൊന്നും അല്ല കേട്ടോ, 5 ഉണ്ട്. ആമിന, അമീറ, ബോബി, ഷിട്ടു, ഗത്തു, അങ്ങനെ കുറേ എണ്ണം. ഇവിടെ മക്കളായ ഞങ്ങളെ നോക്കിയിട്ടില്ലെങ്കിലും ഓരോ നല്ല പോലെ നോക്കുന്നുണ്ട്. ഞങ്ങളെ പട്ടിണിക്ക് ഇട്ടാലും ഓലെ പട്ടിണിക്ക് ഇടൂല. നാട്ടിൽ വന്നതനുബന്ധിച്ച് എനിക്ക് കിട്ടിയ ട്രോഫീസാണ് എന്റെ ഫേസിൽ കാണുന്നത്. പെട്ടെന്നിലെ ക്ലൈമറ്റ് ചേഞ്ചിലും പൊരിഞ്ഞ ചൂടൊക്കെ ആയതുകൊണ്ടാവാം ഇങ്ങനെ മത്തങ്ങ വലുപ്പത്തില് 2-3 വന്നിട്ട് ആദ്യമേ നീമ തേച്ചിരിക്കാണ് കേട്ടോ ഞാൻ. പിമ്പിളൊക്കെ സഹിക്കുക, അതിന്റെ വേദനയാണ് സഹിക്കാൻ പറ്റാത്തത്. സാരല്ല, കുറച്ചാകുമ്പോ പോവേക്കരം. ഇപ്പൊ വൈകുന്നേരമൊക്കെ ആയി തുടങ്ങുമ്പോൾ എന്നും മഴയാണല്ലോ അല്ലെ, അതാണ് ഇപ്പൊ ഏക ആശ്വാസം. ഞാൻ ശരിക്കും ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു വെതറാണിത്. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സൗണ്ടും ഈ ഒരു വെതറും എന്നെ ഭയങ്കര ഹാപ്പി ആക്കലുണ്ട്. പോരാത്തതിന് ഇവിടെ നല്ല ചൂടല്ലേന്നോ. ഈ ഇടയ്ക്കിടയ്ക്ക് വീണ് ഈ ഒരു മഴയാണ് ഇപ്പം എൻ്റെ ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഒന്നും മിസ്സാക്കാതെ എല്ലാ മഴയും കൊള്ളലാണ് ഇപ്പത്തെ എൻ്റെ മെയിൻ ഹോബി. കൂട്ടത്തിലിതാ ഈ ഒരു മാങ്ങ തിന്നലും. ഇപ്രാവശ്യം മാങ്ങ തിന്നതിൽ ഒരു കയ്യും കണക്കും എനിക്കില്ല. പച്ച മാങ്ങ തിന്നുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഇതാ പഴുത്തത് നല്ല പോലെ തിന്നുന്നുണ്ട്. എന്നിപ്പോ ഞങ്ങള് എൻ്റെ ഉമ്മാന്റെ വീട്ടിലേക്ക് പോവാണ്, കൊണ്ടോട്ടിക്ക്. എൻ്റെ ഉമ്മാനെ കൊണ്ട് ഒരു വ്ളോഗ് എടുപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. എൻ്റെ ഉമ്മാക്ക് ക്യാമറന്റെ മുന്നിൽ വരാൻ ഭയങ്കര മടിയാണ്. ഈ ഒരു ക്ലിപ്പ് ഇതിൽ ആഡ് ആക്കുന്ന ഉമ്മച്ചി സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. സത്യം പറഞ്ഞാല് ഉമ്മച്ചിന്റെ ഒരു നല്ല ഫോട്ടോ കൂടി ഞങ്ങളെ കയ്യിലുണ്ടാവും. കാരണം വേറെ ഒന്നുമല്ല, ഉമ്മച്ചി ഫോട്ടോ എടുക്കാൻ വരില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്താൽ കിട്ടിയാ കിട്ടി. ഇന്നിപ്പോ ഈ കൊണ്ടോട്ടിക്ക് വരാനുള്ള മെയിൻ കാരണം ഈ ഒരു ഫെസ്റ്റ് ആണ്. ഇവിടെ വരുവോളം കരുതിയിട്ടില്ല ഇത്ര തിരക്ക് ഇവിടെ ഉണ്ടാകുമെന്ന്. എങ്ങനെ തിരക്കില്ലാണ്ടിക്ക അമ്മാതിരി ഐറ്റംസ് അല്ലേ അവിടെ സെറ്റാക്കി വെച്ചത്. കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ക്രൗഡൊക്കെ ഞാൻ പോണത്. പിന്നെ ഈ വക പരിപാടീസിനൊന്നും ഞാൻ വല്ലാണ്ട് പോയിട്ടില്ല. അപ്പൊ പിന്നെ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് കരുതി. ഇത് കാണുന്ന പോലെ ഒന്നല്ല, ഭയങ്കര ഹെവി റൈഡ്സ് ആണ് ഇവിടെ ഉള്ളത് ഫുള്ള്. ഈ റൈഡ്സിലൊക്കെ കയറുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാന്ന് കരുതി. ഈ തൂക്കിയിട്ട ഹാങ്ങിങ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇങ്ങനത്തെ ഫ്ലവേഴ്സിന്റെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഫ്ലവേഴ്സ് ഒക്കെ ഒറിജിനൽ ഒന്നും അല്ലെങ്കിലും കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ലേന്ന്. പിന്നെ എനിക്കറിയാത്ത ഏതൊക്കെയോ സിംഗേഴ്സിന്റെ ഈ ഒരു ഷോ കൂടി ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ വല്ലാണ്ട് നിന്നില്ല, കാരണം ഞങ്ങൾക്ക് റൈറ്റ്സിൽ കയറണ്ടേ. ഇതായിരുന്നു അവിടുത്തെ തിരക്കൊക്കെ പോട്ടെ, ചൂടാണ് സഹിക്കാൻ പറ്റാതെ. ഒട്ടും സെറ്റ് ആവാത്ത ഒരാളാണ് ഞാന്. എന്റെ ഫേസ് തന്നെ കണ്ടില്ലേ. ഈ ഒരു ഐറ്റത്തിൽ കയറാനാണ് ടോര് പോണത്. എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണാനേ ഇഷ്ടമുള്ളൂ, കയറാൻ ഇഷ്ടമല്ല. പേടിയായിട്ടൊന്നും അല്ല കേട്ടോ, ചെറിയൊരു ഭയം. എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലായതുകൊണ്ട് ഈ വക പരിപാടീസിലൊന്നും ഞാൻ കയറലില്ല. വെറുതെ എന്തിനാ വടി കൊടുത്തടി വാങ്ങണത്, നമുക്കിത് കണ്ടാ പോരെ. അങ്ങനെ കാവടി തുള്ളി 4 അവിടെ എത്തിയിട്ടുണ്ട്. എന്താവുന്ന് കണ്ടെന്നെ അറിയാം. ഈ ഒരു തോണി നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും അല്ല കേട്ടോ, നല്ല വലുതാണ്. കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവാ. അപ്പൊ പിന്നെ കേറിയ അവസ്ഥ പറയണ്ടല്ലോ.
റൈഡൊന്നും പോരാഞ്ഞിട്ട് അടുത്ത വള്ളി പിടിക്കണി ഈ 3 ഇത് വിചാരിക്കണ പോലൊന്നല്ല, ഇതിമ്മ കുറച്ച് വെള്ളം കുടിക്കുവര്. അടുത്തത് ഈ ഒരു റൈഡിലാണ് ഒരു കയറാൻ പോണത്. എന്താവും നമുക്ക് കണ്ടെന്നെ അറിയാം. ഇതിൽ കയറുന്നതിൽ ഓലേക്കാൾ എക്സൈറ്റ്മെന്റ് എനിക്കേനു. ഈ ചിരിയൊക്കെ വരുമ്പോഴും കണ്ടാ മതി. ഇതിനാണ് പൈസ കൊടുത്ത് കടിക്കണ പട്ടിനെ വാങ്ങാന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ആസ്വാദനങ്ങളൊക്കെ കഴിഞ്ഞിട്ടതാ അടുത്ത റോൾ ഇന്റതാണ്. ഈ വക കാര്യങ്ങൾക്കൊക്കെയാണ് എനിക്ക് ഇൻട്രസ്റ്റ്. അങ്ങനെ എനിക്ക് വേണ്ടതൊക്കെ ഞാനും വാങ്ങിച്ചു. എന്തായാലും ഈ ഒരു ഫെസ്റ്റ് അടിപൊളി. ഈ ഒരു ഫെസ്റ്റ് കഴിഞ്ഞോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിക്കോളി. ഇന്നിപ്പോ എന്റെ ഫ്രണ്ടിന്റെ കല്യാണമാണ്. +1 +2 എന്റെ കൂടെ പഠിച്ച ഫ്രണ്ടാണ് റിജില. ഓളുടെ കല്യാണമായിരുന്നു. അങ്ങനെ കല്യാണത്തിനൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു, ഫ്രണ്ട്സിനൊക്കെ കണ്ട് നല്ല ഹാപ്പി ആയി തിരിച്ചു പോന്നു. ഇവരൊക്കെ കുറേ നാൾക്ക് ശേഷം കാണാണ് കേട്ടോ. അപ്പൊ പിന്നെ കുറേ സംസാരിക്കാനും ഉണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട്സ് കംപ്ലീറ്റ് ഒന്നും ഇതിലില്ല കേട്ടോ, കുറച്ച് ആൾക്കാർ മാത്രമേ വന്നോളേന്ന്. അപ്പൊ വന്നവരൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് കുറേ സംസാരിച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഒരു ഡേയ്സ് ഇൻ മൈ ലൈഫ് വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ബൈ.